നാൻസി, ദേ നിന്റെ ആള്. ബാൽക്കണിയിൽ നിന്ന് ജാസ്മി ദൂരേക്ക് വിരൽ ചൂണ്ടി. ആര്? ഹരിയോ? നാൻസി റൂമിൽ നിന്ന് ഓടി ബാൽക്കണി റെയിലിങ്ങിൽ ചുറ്റി പിടിച്ചു നിന്നു. ഇവന് ഈ ചെടികളോട് വല്ലാത്ത പ്രണയമാണെന്ന് തോന്നുന്നു. കൃഷി ഓഫീസർ അല്ലേ ജാസ്മി? ആള് പൊളിയാണ്. പൊളിയൊക്കെ തന്നെയാ, പക്ഷേ ആ പെണ്ണിനെ സൂക്ഷിച്ചോ. നാട്ടിലുള്ള എല്ലാ ആൺപിള്ളേരെയും വീഴ്ത്താൻ അവൾക്ക് നല്ല കഴിവാ. നോക്കിയേ, ഒട്ടിച്ചേർന്ന് ചിരിച്ചും സംസാരിച്ചും വരുന്നത്. നാൻസി ദേഷ്യത്തോടെ പല്ല് കടിച്ചു. ഇന്നലെ മമ്മയും ഇച്ചായനും അവളെ കൊടുക്കാൻ എന്തോ വലിയ പ്ലാനൊക്കെ തയ്യാറാക്കിയതാ. പക്ഷെ ഫ്ലോപ്പായി. എന്താ പറ്റിയതെന്ന് ഇച്ചായൻ പറയുന്നത് കൂടിയില്ല. നീ പോയി ഈ മുഖമൊന്ന് കാണിക്ക്, ഇല്ലേൽ ആ പുള്ളി മറക്കും. ഇഷ്ടം പറഞ്ഞാൽ മാത്രം പോരാ, പിന്നാലെ വാല് പോലെ നടക്കണം. ഇല്ലേൽ എല്ലാം കൈവിട്ടു പോകും. ശരി. നാൻസി താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. നീ തുള്ളിച്ചാടി എവിടെ പോവാം? സൂസൻ അവളെ കൂർപ്പിച്ച് നോക്കി. അത് പരുങ്ങലോടെ നിന്നു. ചേച്ചി എന്താ ഇങ്ങനെ? അമ്മച്ചിയെ കണ്ടു പഠിക്കുവാണോ? പിള്ളേർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്ക്. നമ്മൾ വളർന്ന കാലമൊന്നും അല്ല. അടച്ചു പൂട്ടിയിടാൻ ഇത് കോഴിക്കുഞ്ഞൊന്നും അല്ലല്ലോ. അത് ശരിയാ മോനെ. അടച്ചു പൂട്ടിയിട്ട് വളർത്തിയത് കൊണ്ട് മാനം മര്യാദയ്ക്ക് കെട്ടിച്ചു വിടാൻ പറ്റി. ഇല്ലേൽ കാണാമായിരുന്നു. ഒരാക്കലോടെ പറഞ്ഞ് വല്യമ്മച്ചി സെറ്റിയിലായിരുന്നു. സൂസനും സക്രിയും മൗനമായി. എന്തായാലും നീ തുള്ളിച്ചാടി ഇറങ്ങിയതല്ലേ കൊച്ചേ, പോക്ക് മുടക്കണ്ട, ചെല്ല്. എൻ്റെ മക്കൾ കോഴിക്കുഞ്ഞുങ്ങളായിട്ടാ വളർന്നത്. അതിൻ്റെ കുറവ് നികത്താൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? നാൻസി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ഹരി എപ്പോൾ വന്നു? അരികിലേക്ക് നിറഞ്ഞ ചിരിയോടെ വരുന്നവളെ അടിമുടി നോക്കി ഇഷ്ടക്കേടോടെ മുഖം ചുളിഞ്ഞു. ഞാൻ വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും കണക്ക് നിന്നോട് ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ ഹരി? അവൻ ദേഷ്യത്തോടെ തല വെട്ടിച്ചു. നീ എന്തിനാ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്? അങ്ങോട്ട് മാറടി. നിഷയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ഹരിയിൽ നിന്നും അകത്തി നിർത്തി. ഇതെങ്ങനെ പറ്റുന്നു? വല്ല മായവും മന്ത്രവും അറിയോ? ആണുങ്ങളെ വശീകരിക്കാൻ നീ മിടിക്കുക. അതങ്ങനെയല്ലേ വരൂ. അമ്മയുടെ പാത സ്വീകരിക്കുന്നതാവും. നിഷ ചെവി രണ്ടും പൊത്തിപ്പിടിച്ചു. കണ്ണുകൾ നിറഞ്ഞു. ദേ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഈ വകതിരിവില്ലാത്തതിനേക്ക് കെട്ടുന്നവൻ്റെ കഷ്ടകാലം 2 അടി തരാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. നിന്നെ തൊട്ടാൽ എൻ്റെ കൈ നാറും. അവൻ്റെ വിരൽ നാൻസിക്ക് നേരെ നീണ്ടു. ഹരി? ആരുടെ ഹരി? ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ, നിന്റെ മനസ്സിലിരിപ്പ് നടക്കില്ലാന്ന്. പിന്നെയും പിന്നാലെ വന്നാൽ എൻ്റെ സ്വഭാവം മാറും. അവൻ നിഷയുടെ താഴ്ന്ന മുഖം പിടിച്ചുയർത്തി. നാൻസി ദേഷ്യത്തോടെ 2 പേരെയും മാറി മാറി നോക്കി തിരിഞ്ഞു നടന്നു. അയ്യേ, ഹരിയേട്ടൻ്റെ നിഷമോള് കരയുവാണോ? പോട്ടെ, സാരമില്ല. കവിൾത്തടത്തിലെ കണ്ണുനീർ തുടച്ചു നീക്കി. ഒരമ്മ വീട്ടിൽ കാത്തിരിക്കുവാ. ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വന്നൂടെ നിനക്ക്? വരാം. ഇവിടെ എല്ലാവരും ഇല്ലേ? നല്ല ജോലിയാ. നിന്ന് തിരിയാൻ നേരമില്ല. അയ്യോ, ആ ഡോക്ടറുടെ തുണികൾ ഒന്ന് അലക്കിയിടാൻ പറഞ്ഞതാ. ഏത്? ആ പയ്യനാണോ? ഡോക്ടർ ഡെനി സാമുവൽ, സൈക്കാട്രിസ്റ്റാ. അവളുടെ ചുണ്ടിൽ നനുത്തൊരു ചിരി വിടർന്നു. ഹരിയുടെ കണ്ണുകൾ ചുരുങ്ങി. ശരി, ഞാൻ പോവാ. ഇനി നിന്നാൽ ഓഫീസിലെത്താൻ താമസിക്കും. വളം കൃഷി ഓഫീസിൽ വരുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പോൾ വന്ന് വാങ്ങാൻ അമ്മച്ചിയോട് പറഞ്ഞേക്ക്. നാൻസി, നീ ഇങ്ങനെ കിടന്നാൽ എല്ലാം ശരിയാവോ? അവൾ പില്ലോയിൽ അമർത്തി വെച്ച മുഖം ഉയർത്തി. ശരിയാവില്ല. അവളെ അങ്ങ് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ആ നിഷ കരഞ്ഞപ്പോൾ അവൻ്റെ നെഞ്ചങ്ങ് പൊള്ളി. നോക്കിക്കോ, എൻ്റെ ഇച്ചായൻ്റെ മിന്ന് അവളുടെ കഴുത്തിൽ വീഴുന്ന അന്ന് ഹരിയുടെ കണ്ണ് നിറയുന്നത് എനിക്ക് കാണണം. നാൻസി ബെഡിൽ നിന്നും എഴുന്നേറ്റു. അല്ല നാൻസി, നീ എന്തിനാ ചേറിലും വള്ളത്തിലും കിടക്കുന്നവന് പിന്നാലെ നടക്കുന്നത്? ഇതിലും ചുള്ളൻ ചെക്കന്മാരെ നിനക്ക് കിട്ടില്ലേ? കിട്ടും. അല്ലേലും മമ്മ ഹരിയുമായുള്ള കല്യാണത്തിന് സമ്മതിക്കില്ല. പിന്നെ ഒരു ക്രഷ്. പക്ഷെ ഇപ്പം എനിക്ക് വാശിയാ. അവന് നിഷയെ കിട്ടരുത്. വേദനിക്കണം, നെഞ്ച് പൊടിയണം. മോളെ ഒന്ന് നിന്നേ, നീരജ വെപ്രാളത്തിൽ വിളിച്ചു. എന്താ ആൻറ്റി, ഇത് ഡെന്നിയുടെ ഡ്രസ്സല്ലേ? ആണ്, സാറ് പറഞ്ഞായിരുന്നു. എന്തു പറഞ്ഞു? വല്യമ്മച്ചി മുന്നിലേക്ക് വന്നു. അത് ഡ്രസ്സുകൾ മുഷിഞ്ഞു കിടക്കുവാ, ഒന്ന് അലക്കിയിടാൻ പറ്റുമോയെന്ന് ചോദിച്ചു. നീരജ വായും തുറന്ന് വല്യമ്മച്ചിയെ നോക്കി. എന്താ ആൻറ്റി, അലക്കണ്ടേ? ഒന്നുമില്ല, കൊച്ചുപോയി അലക്ക്. അടുക്കളയോട് ചേർന്ന് വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന റൂമിലേക്ക് നടന്നു.
ചേട്ടത്തി ഇങ്ങനെ അന്തം വിട്ടു നിൽക്കണ്ട. മനുഷ്യന്മാർക്ക് എൻ്റെ നിഷയെ വേദനിപ്പിക്കാനും കരയിപ്പിക്കാനും അകറ്റി നിർത്താനും കഴിയില്ല. പിന്നെ ഇച്ചായനും സൂസൻ ചേട്ടത്തിയും മനുഷ്യഗണത്തിൽ പെടുന്നതല്ല. അതുകൊണ്ടാ എൻ്റെ കൊച്ചിനെ വേദനിപ്പിച്ച് സന്തോഷിക്കുന്നത്. അത് മേരിക്കുട്ടി പറഞ്ഞത് ശരിയാ. ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്ത രണ്ടെണ്ണം എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ കർത്താവേ. ലഞ്ച് കഴിക്കാൻ ഊണുമേശയിൽ ഒത്തുകൂടി. നാൻസി ദേഷ്യത്തോടെ നിഷയെ തന്നെ നോക്കിയിരുന്നു. നീ കൊച്ചിനെ നോക്കി പേടിപ്പിക്കുവാണോ? ഇവൾ എന്തിനാ വല്യമ്മച്ചി നമുക്കൊപ്പം ഇരിക്കുന്നത്? ആ അടുക്കളയിലോ മറിയാമ്മയ്ക്കൊപ്പമോ ഇരിക്കാമല്ലോ. സൂസൻ മൗനമായി പ്ലേറ്റിലേക്ക് തന്നെ നോക്കിയിരുന്നു. അതെന്തിനാ മോളെ? നിങ്ങൾ രണ്ടുപേരുടെയും പ്രായം പോലും നിഷമോൾക്കില്ല. ഈ വാശിയും വൈരാഗ്യവും എന്തിനാ? നല്ല ഫ്രണ്ട്സായിരുന്നൂടെ? നീരജ സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ നാൻസിയുടെ ശരീരം വിറഞ്ഞു കയറി. അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് പോലും അറിയാത്തതിനെയൊക്കെ ഞങ്ങൾക്കൊപ്പം കൂട്ടാനോ? നാൻസി പുച്ഛത്തോടെ ചിരിച്ചു. നിർത്തടി. വല്യമ്മച്ചി ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു. വല്യമ്മച്ചി വേണ്ട. നിഷ അവരുടെ കയ്യിൽ അമർത്തി പിടിച്ചു. നീ വിടടി. ആ കിഴവി എന്നെന്ത് ചെയ്യാനാ? പറഞ്ഞു തീരെ മുന്നേ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന വലത് കൈ അവളുടെ കവിൾത്തടത്തിൽ പതിച്ചു. ദേ, എൻ്റെ കൊച്ചിനെന്തേലും പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. അമ്മച്ചി എന്താടി? മോളെ തല്ലിയപ്പോ വേദനിച്ചോ? വേദനിക്കണം. നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തിയില്ലേ വഴിയെ പോകുന്നവർ അടിക്കും. നീരജ അമ്മച്ചിയുടെ മുഖത്തെ ഭാവത്തിലേക്ക് സംശയത്തോടെ നോക്കിയിരുന്നു. നാൻസിയും ജാസ്മിനും പ്ലേറ്റിന് മുന്നിൽ നിന്നും എഴുന്നേറ്റു. നീയൊക്കെ രണ്ടും കഴിക്കാതെ എവിടെ പോവാ? ഞങ്ങൾക്ക് മതി. ആഹാരം കളയാൻ പറ്റില്ല. കഴിച്ചിട്ട് പോയാൽ മതി. ഇല്ലേൽ രാത്രി പട്ടിണി കിടക്കേണ്ടി വരും. രണ്ടും സൂസനെ നോക്കി ചെയറിലിരുന്നു. ചുമ്മാതല്ല അവസാന നിമിഷം അച്ചായൻ മനസമ്മതം നടക്കില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടു പോയാൽ എന്തായേനെ? നിഷ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. ഒരു കാര്യം പറഞ്ഞേക്കാം, അച്ചായൻ പറഞ്ഞ വാക്കിന് മാറ്റം ഉണ്ടാവില്ല. എൻ്റെ കൊച്ചിനെ ആ കൊള്ളരുതാത്തവന് കൊടുക്കില്ല. അതിന് വെച്ച വെള്ളം മാറ്റിയേക്ക്. അതേ മാലാഖിയ. ഒരു രാജകുമാരൻ വരും, അവളെ കൊണ്ട് പോവുകയും ചെയ്യും. വല്യമ്മച്ചി ദേഷ്യത്തിൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് വാഷ് ഏരിയയിലേക്ക് നടന്നു. പണം മതി. സ്നേഹമെന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ജന്മങ്ങൾ. ശവപ്പറമ്പിലേക്ക് എടുക്കുമ്പോഴും പണവും കൊണ്ട് പോവോ? ത്രേസ്യമ്മ അരിശം തീരാതെ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. സൂസനും ജാസ്മിനും നാൻസിയും തല താഴ്ത്തിയിരുന്നു. നീരജയും മേരിക്കുട്ടിയും ചിരി കടിച്ചമർത്തി. എടി പെണ്ണെ, ഡെന്നിയെ ഇതേവരെ കണ്ടില്ലല്ലോ. എന്തേലും കഴിച്ചോ ആവോ? ഒന്ന് വിളിച്ചു നോക്കിയേ. എൻ്റെ അമ്മച്ചി ഒരുപാട് പ്രാവശ്യം വിളിച്ചതാ. ചെക്കൻ ഫോൺ എടുക്കുന്നില്ല. ദേ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അയ്യോ, ഇനി എന്നാ പറ്റിയാവോ? ഓ, ഒന്നും ഉണ്ടാവില്ല. അമ്മച്ചി പേടിക്കണ്ട. ചെക്കന് ഒരു പിരി ഇളകിയതിൻ്റെ ലക്ഷണമാണ്. കാരണം എന്താന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്താ ചേട്ടത്തി അങ്ങനെ പറഞ്ഞേ? മേരിക്കുട്ടിക്ക് സംശയം. അത് അവന് ദേഷ്യവും വിഷമവും വരുമ്പോൾ ഇങ്ങനെ ഒരു പോക്കങ്ങ് പോകും. ഫോൺ സ്വിച്ച് ഓഫ് ആക്കും. പിന്നെ ഒന്ന് ശാന്തമായാലേ വീട്ടിലേക്ക് വരൂ. ത്രേസ്യാമ്മ തല കുലുക്കി മൂളി സെറ്റിയിലേക്ക് ചാരി കിടന്നു. ഹരിയേട്ടാ. നിഷയുടെ വിളി ചെവിക്ക് ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ കടപ്പല്ല് കടിച്ചു പൊട്ടിച്ചു. ഞാൻ ഡോക്ടർ, അവൻ ഏട്ടൻ. അതും പോരാഞ്ഞ് ഒരു സ്നേഹപ്രകടനം കൂടി. നീ ഇന്ന് ഡെന്നിയുടെ വട്ട് കാണും. കാറ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വഴിയിൽ തടസ്സമായി നീ വന്നാൽ കരി, നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമുണ്ടാക്കും. കവല കടന്ന് വീട്ടിലേക്കുള്ള റോഡ് തിരിയുമ്പോൾ കാറിന് മുന്നിൽ 2-3 ബൈക്ക് ചേർത്ത് നിർത്തി. ഡെന്നിയുടെ കണ്ണുകൾ കുറുകി. വണ്ടിയിൽ നിന്നിറങ്ങാതെ സീറ്റിൽ ചാരി കിടന്നു. നേതാവെന്ന് തോന്നിക്കുന്നവൻ കാറിൻ്റെ വിൻഡോ ഗ്ലാസിൽ തട്ടി. ഗ്ലാസ് താഴ്ന്നു. എന്തേ ഡെന്നി സാമുവൽ പേടിച്ചു പോയോ? ഓ, അപ്പോ ആള് മാറിയതല്ല. അവനിൽ ചിരി. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ബോണറ്റിൽ ചാരി നിന്നു. ഒരു കാര്യം മാത്രം പറയണം. ആരുടെയാ കൊട്ടേഷൻ? 3 ബൈക്കിൽ നിന്നിറങ്ങിയ 6 പേരും പരസ്പരം നോക്കി. ഓ, അല്ലേൽ വേണ്ട. ആളെ എനിക്കറിയാം. എഡിൻ. അവനെ ഈ വേല കാട്ടു. 2 പേർ ഡെന്നിക്കരികിലായി പാഞ്ഞടുത്തു. ജസ്റ്റ് എ മിനിറ്റ്. അവൻ ചൂണ്ട് വിരൽ ഉയർത്തി. പിന്നെ 2 പേരെ എനിക്ക് പറ്റില്ല കേട്ടോ, സത്യം. ഡെന്നിയുടെ ദയനീയ ഭാവം. അവന്മാർ ചിരിച്ചു.
6 പേരും ഒരുമിച്ച്. അതാകുമ്പോൾ 1 മിനിറ്റിൽ കാര്യം കഴിഞ്ഞ് എനിക്ക് പോകാം. വീട്ടിൽ അമ്മയും വല്യമ്മച്ചിയും കാത്തിരിക്കുക. പിന്നെ അത്യാവശ്യമായി ഒരാളെ കാണാനുമുണ്ട്. അവൻ നെഞ്ചുഴിഞ്ഞു. അല്ലേൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കാമായിരുന്നു. കടുപ്പിച്ച് പറഞ്ഞ് ഷട്ടിൽ ഹാങ് ചെയ്ത് വെച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റി. ഇത്തിരി വില കൂടിയതാ. അതുമാത്രമല്ല, ഒരു ഗേൾ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാ. 6നും കണക്കിന് കിട്ടി. പേടിയോടെ അവന്മാർ ബൈക്കിലേക്ക് ഓടിക്കയറി. അപ്പോൾ ബൈ, നിന്നെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവനോട് പറഞ്ഞേക്ക്, ഇതൊരു വട്ട് കേസാ, സൂക്ഷിച്ച് കളിക്കാൻ. അവൻ്റെ ശബ്ദമുയർന്നു. കാറിലേക്ക് കയറി. വീടിന് മുന്നിൽ വണ്ടി നിർത്തി ഡെന്നി ഇറങ്ങി. ഹാ, ദേ ചെക്കൻ വന്നു. വല്യമ്മച്ചി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. അവൻ അകത്തേക്ക് നടന്നു. ഹാളിലിരിക്കുന്ന ആരെയും നോക്കാതെ സ്റ്റെപ്പുകൾ ഓടിക്കയറി. വല്യമ്മച്ചിയുടെ മുഖം കടുത്തു. എടാ ചെക്ക, നീ ഞങ്ങളെ 3 കണ്ടില്ലേ? അവൻ സ്റ്റെപ്പിൽ തന്നെ നിന്നു. നീരജയും വല്യമ്മച്ചിയും മേരിക്കുട്ടിയെയും മാറി മാറി നോക്കി. ഹോ, സോറി, ശ്രദ്ധിച്ചില്ല. കടുത്ത സ്വരം. ഡെന്നി, നിന്റെ ഷർട്ടിലെന്താ? ചേറിലുരുണ്ടോ? എൻ്റെ അമ്മ, ഒരു ചെറിയ അടിപിടി. 6 പേര്, ഞാൻ ഒരാൾ. പക്ഷേ ഡെന്നി തോറ്റില്ല കേട്ടോ. ഉറക്കെ പറഞ്ഞ് ലിവിംഗ് റൂമിലിരിക്കുന്ന നാൻസിയിലും ജാസ്മിനിലും നോട്ടം പാളി വീണു. ഇതാണ് അമ്മച്ചി സ്വഭാവം. ഒരു പെണ്ണ് കെട്ടിയാൽ മാറിയനെ. പക്ഷെ സമ്മതിക്കുന്നില്ല. വേദനയോടെ നീരജ സെറ്റിയിൽ തലയ്ക്ക് കൈതാങ്ങിയിരുന്നു. എല്ലാം ശരിയാകും കൊച്ചേ, നീ സമാധാനിക്ക്. അവനുള്ള മൂക്കുകയർ നമുക്ക് ഉടനെ റെഡിയാക്കാം. ഡെന്നിയുടെ കണ്ണുകൾ എഡിൻ്റെ റൂമിന് നേർക്ക് ചലിച്ചു. എടാ പൊന്നു മോനെ, ഇന്ന് നിന്നെ ഞാൻ വിശദമായി ഒന്ന് കാണുന്നുണ്ട്. റൂമിലേക്ക് കയറി. നോട്ടം ബിന്നിലേക്ക് നീണ്ടു. ഡ്രസ്സ് അലക്കാൻ കൊണ്ടുപോയോ? ഷർട്ടൂരി വലിച്ചെറിഞ്ഞു. അവളുടെ ഒരു കരിയേട്ടൻ. അവനെ ഞാൻ. പാൻറ്റിൻ്റെ പോക്കറ്റിലിരുന്ന ഫോണെടുത്ത് നിലത്തേക്ക് ഒരൊറ്റയേറ്. വരട്ടെ, ഇന്ന് ഈ ഡെന്നി ആരാണെന്ന് ബാർബി ഡോൾ അറിയും. നിനക്ക് ഞാനാണോ കരിയേട്ടനാണോ വലുത്? എനിക്കറിയണം. ചേട്ടത്തി. മുകളിൽ എന്തൊക്കെയോ വീണുടയുന്ന ശബ്ദം. മേരിക്കുട്ടി പേടിയോടെ വിളിച്ചു. ഈശ്വര, ഈ ചെക്കൻ. നീരജ സ്റ്റെപ്പിന് നേർക്ക് നടന്നു. വേണ്ട കൊച്ചേ, അവനൊന്ന് ശാന്തമാകട്ടെ. പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിക്കാം. അമ്മച്ചി, നീ പേടിക്കണ്ട. വല്യമ്മച്ചി നീരജയുടെ തോളിൽ പതിയെ തട്ടി. എടി ജാസ്മി, അയാൾ പറഞ്ഞത് ശരിയാ. നല്ല കൂടിയ വട്ടാണ്. വിട്ടേക്ക് പെണ്ണെ. കേട്ടില്ലേ എന്തൊക്കെയോ എറിഞ്ഞുടച്ച ശബ്ദം? എന്നാലും സാരമില്ല. അവൻ്റെ വട്ടിന് മരുന്ന് വേണം, അത് കൊടുക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. ഡെന്നിയുടെ ഉണങ്ങിയ തുണികളും പെറുക്കി നിഷ കിച്ചൺ വഴി അകത്തേക്ക് കയറി. നല്ല മഴക്കാറുണ്ട് മറിയാമ്മച്ചി. പെയ്യട്ടെ. അവൾ തലകുലുക്കി ഹാളിലേക്ക് നടന്നു. മോളിതെവിടെ പോവാം? നീരജ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. അതാൻറ്റി, സാറിൻ്റെ ഡ്രസ്സ് ഉണങ്ങി മടക്കി വയ്ക്കാൻ. അത് വേണ്ട മോളെ, ദേ അവിടെ വെച്ചേക്ക്. നീരജ സെറ്റിയിലേക്ക് വിരൽ ചൂണ്ടി. എന്താ ആൻറ്റി, എന്താ പ്രശ്നം? സാറാ പറഞ്ഞത് അലക്കി മടക്കി വെച്ചേക്കാൻ. നിഷ കൊച്ചേ, ആൻറ്റി അങ്ങനെ പലതും പറയും. മോള് ചെല്ല്. ചെക്കൻ പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ അത് മതി. അവൾ നീരജയെ സംശയത്തോടെ നോക്കി. പതിയെ സ്റ്റെപ്പുകൾ കയറി. അമ്മച്ചി, ചെക്കൻ അതിനെ വഴക്ക് പറയും. നോക്കാം. നിങ്ങൾ അടുക്കളയിലേക്ക് ചെല്ല്. ചായക്ക് എന്തേലും പലഹാരം ഉണ്ടാക്ക്. നീരജ വിഷമത്തോടെ നിന്നു. ചെല്ല് പെണ്ണെ. മേരി അവളെയും കൂട്ടി പോയിക്കോ. വാ ചേച്ചി. നീരജയും മേരിക്കുട്ടിയും കിച്ചണിലേക്ക് നടന്നു. എടി നാൻസി, ഇന്ന് ആ പെണ്ണിന് ചെവി അടച്ചു കിട്ടും. ഇന്നത്തോടെ ഇവിടുത്തെ പൊറുതി അവസാനിപ്പിച്ച് അവൾ ഓർഫനേജിലേക്ക് തന്നെ പോകും. രണ്ടും സന്തോഷത്തോടെ ചിരിച്ചു. വല്യമ്മച്ചി സെറ്റിയിൽ അമർന്നിരുന്നു. എടാ ചെക്ക, ഹരിയും ഒന്നിച്ച് നിഷയെ കണ്ട നേരം മുതൽ നിന്റെ പിരി ഇളകിയിട്ടുണ്ടേൽ സംഗതി വേറെയാ. എൻ്റെ കൊച്ചിനെ ഇഷ്ടമാണേൽ അത് അവളുടെ മുഖത്ത് നോക്കി പറയും. അത് വിട്ടിട്ട് പരാക്രമം കാട്ടുന്നു. വട്ട് പിടിച്ച ഡോക്ടർ. വല്യമ്മച്ചിയുടെ ചുണ്ടിൽ നിറഞ്ഞ ചിരി. നിഷ ഡെന്നിയുടെ റൂമിന് മുന്നിൽ ഒന്ന് നിന്നു. ഡോക്ടർ വരും മുന്നേ ഡ്രസ്സ് മടക്കി വെച്ച് ഇറങ്ങണം. അവൻ്റെ മുഖം ഓർമ്മയിലേക്ക് വരുമ്പോൾ കവിളിണകൾ ചുവന്നു തൊടുത്തു. ഡെന്നി. ചുണ്ടുകൾ വിടർന്നു. കൺപോളയിൽ പതിയെ തഴുകി. ഈ കണ്ണിനോട് എല്ലാവർക്കും ഇഷ്ടം. ഇനി ആ ഇഷ്ടമാണോ? ആയിരിക്കും. അച്ഛനും അമ്മയും ആരെന്ന് പോലും അറിയാത്തതിനെയൊക്കെ ആരിഷ്ടപ്പെടാൻ? പിന്നെ ഡോക്ടറോട് ഞാൻ എല്ലാം പറഞ്ഞല്ലോ.
ചിലപ്പോൾ സഹതാപമാകും. നിശ്വാസത്തോടെ അവൻ്റെ ഡ്രസ്സുകൾ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു. എഡ്വിനെ കാണുമ്പോൾ പേടി തോന്നും. പക്ഷേ ഡോക്ടർ അരികിലേക്ക് വരുമ്പോൾ എന്താ ആ പേടി തോന്നാത്തത്? അറിയില്ല. ഡോർ ഹാൻഡിൽ പിടിച്ച് അകത്തേക്ക് കയറി. വല്യമ്മച്ചി ഉറക്കെ വിളിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബെഡിൽ കമിഴ്ന്ന് കിടന്നവൻ ഞെട്ടലോടെ തല ഉയർത്തി. എൻ്റെ കാല്. അവൻ്റെ കണ്ണുകൾ കാൽപാദത്തിൽ നിന്നും പൊടിഞ്ഞിറങ്ങുന്ന ചോരയിലുടക്കി. കർത്താവേ! ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ആനി, ഏയ് ഒന്നുമില്ലടാ, അവിടെ നിൽക്ക്, ദേ വരുന്നു. അവൻ ഗ്ലാസ് ചില്ലുകൾ കാലിൽ കുത്താതെ അവൾക്ക് അരികിലേക്ക് ഓടി. നിഷയുടെ കയ്യിലിരുന്ന ഡ്രസ്സുകൾ വാങ്ങി സെറ്റിയിലേക്ക് ഇട്ടു. സോറി. ദയനീയ സ്വരം. പെണ്ണിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. പതിയെ ഒന്ന് കുനിഞ്ഞു. ഇരു കൈയിലും അവളെ വാരിയെടുത്തു. ഡോക്ടറെ വെപ്രാളത്തിൽ വിളിച്ചു. ഓ, എന്താ ആനിക്കൊച്ചേ? അവൻ്റെ ദൃഢമായ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അവളിലൂടെ വൈദ്യുതി പോലെ എന്തോ ഒന്ന് കടന്നുപോയ നിമിഷം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. കർത്താവേ! വേദനയോടെ കണ്ണുകൾ മുറുകെ അടച്ചു. നീർമുത്തുകൾ ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങി. കൈത്തണ്ടയിലെ തണുപ്പ്. ഡെന്നി തല താഴ്ത്തി അവളുടെ ചുവന്നു തൊടുത്ത മുഖത്തേക്ക് നോക്കി. ആനി പ്രണയത്തോടെ വിളിച്ചു. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. പരസ്പരം കണ്ണുകൾ തമ്മിൽ കൊരുത്തു. വേദനിച്ചോ? ഡെന്നി വേദനിപ്പിച്ചോ? അവൻ്റെ നോട്ടം കണ്ണിൽ നിന്നും അതരത്തിൽ മാത്രം തറച്ചു നിൽക്കുമ്പോൾ പേടിയോടെ ആ ഹൃദയഭാഗത്ത് മുഖം പൂഴ്ത്തി വെച്ചു. അച്ചോടാ, പേടിച്ചോ? ഡെന്നിയിൽ പ്രണയത്തിൻ്റെ പുഞ്ചിരി വിടർന്ന നിമിഷം. അറിയാതെ അവളും ചിരിച്ചു. കൈകൾ ഷർട്ടിൻ്റെ കോളറിൽ മുറുകി.